വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ടെക്നിക്കുകൾ ഞാൻ പഠിപ്പിക്കുന്ന പല ടെക്നിക്കുകളും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചേഞ്ചസ് വന്നതിന് ശേഷമാണ് നമ്മൾ പലതും പഠിപ്പിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ ഈ പഠിപ്പിക്കുന്ന പല ക്ലാസ്സുകളും അല്ലെങ്കിൽ സംഭവങ്ങളും പല ആൾക്കാരും പറയാറുണ്ട്, ഞങ്ങളോട് നിങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളെന്ന് പറയുന്ന പോലെയാണ് ഫീൽ. ഈ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിലെ എക്സ്പീരിയൻസിൽ ശരിക്കും ഫീൽ ചെയ്യണം. അപ്പോൾ ആ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, സംഭവങ്ങൾ പറയുന്നത്. ഇതിൽ നമ്മൾക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് എന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റാണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിനുള്ളിൽ എന്താണോ സൃഷ്ടിക്കുന്നത് അത് തന്നെയായിരിക്കും പുറത്ത് സൃഷ്ടിക്കുക എന്നുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പോയിൻ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനുള്ളിൽ നന്മയുള്ള ചിന്തകൾ, വലിയ നമ്മൾക്ക് വേണ്ടതെന്താണോ, എനിക്ക് വേണ്ടതെന്താണോ അതുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നുമല്ലായിരുന്നു. ഞാൻ സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, ഇപ്പോഴും സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ കരിയർ ലെവലിൽ ഒന്നുമല്ലാതിരുന്ന ഒരു 8 hours വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ 8 to 10 hours വർക്ക് ചെയ്തിട്ട് ജോലി ചെയ്യുന്ന ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ടീമിനെ നയിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ലെവൽക്കുള്ള നമ്മളുടെ ഈ ഒരു സ്ഥാപനം നടത്തുന്ന രീതിയിൽ പല രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് മേഖലയിലും അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിംഗ് മേഖലയിൽ ഈ ഒരു ലെവലിൽ സർവീസുകൾ നൽകുന്ന ഒരു ലെവലിലോട്ട് ഉയർന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഉയർച്ചയുടെ അല്ലെങ്കിൽ ഈ ഒരു വളർച്ചയുടെ കാര്യങ്ങൾ മനസ്സിനുള്ളിൽ ആദ്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതുപോലെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തു. ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പീസ്ഫുള്ളായിട്ടുള്ള, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ പറ്റുന്നു. ഞാനും ഈ പറഞ്ഞിരിക്കുന്ന സാധാരണക്കാരിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് തന്നെ തരണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ നേട്ടം. മറ്റുള്ള സാമ്പത്തികമായിട്ട് ഉയർന്നതോ ബിസിനസ് പരമായിട്ട് വളർന്നതോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ വളർച്ചയോ സംഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് നമ്മളുടെ ലൈഫിൻ്റെ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനുള്ളൊരു മനോഭാവം, അതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടം. അത് തന്നെ ആയിരിക്കണം ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് വിശ്വസിക്കുന്നു ഞാൻ.